ഒരു വ്യക്തിയെയും പ്രസ്ഥാനത്തെയും മുച്ചൂടും തകർക്കണമെങ്കിൽ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി. ലൈംഗിക ആരോപണങ്ങൾ പല പ്രമുഖരുടെയും പതനത്തിന് വരെയും കാരണമായിട്ടുണ്ട്. സ്ത്രീകളുള്ള സമീപനത്തിൽ ചെറിയൊരു ജാഗ്രത കുറവുണ്ടായാൽ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പലരും തിരിച്ചറിയാറില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെന്ന യുവ നേതാവിൻ്റെ വീഴ്ചയ്ക്ക് കാരണമായതും സ്ത്രീ വിഷയമാണ്. രാഹുലിനെ പോലെ സ്വയം കുഴിയിൽ വീഴുന്നവരെ കൂടാതെ സ്ത്രീകൾ വെച്ച കെണിയിൽ കുടുങ്ങുന്നവരുമുണ്ട്. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിന് മേൽ കളങ്കം വീഴ്ത്തിയ ലൈംഗികാരോപണ കേസ് സമീപകാലത്ത് ഏറെ ചർച്ചയായതാണ്. ക്ഷേത്രത്തിൽ പൂജ നടത്താനെത്തിയ ബംഗളൂരു സ്വദേശിനിയായ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയും കേസും വ്യാജമെന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുന്നു. ക്ഷേത്ര പൂജാരി അരുണിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് കൊട്ടേഷൻ ഇടപാടായിരുന്നു. ആരാണതിന് പിന്നിൽ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ പൂജാരിയുടെ കുടുംബവും ഭക്തരും കഴിഞ്ഞ 2 മാസത്തോളമായി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ലൈംഗികാരോപണത്തിൽ പൂജാരിക്കെതിരെ കേസും അറസ്റ്റുമൊക്കെ വന്നപ്പോൾ പൊതുസമൂഹം അവരെ കുറ്റക്കാരായി കണ്ടെങ്കിലും സത്യം തെളിയിക്കാനായിരുന്നു കുടുംബത്തിൻ്റെ നിയമ പോരാട്ടം. ഒടുവിൽ ദേവസ്ഥാനത്ത് പൂജയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ക്ഷേത്രത്തിലെ പൂജാരി അരുണിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയതാണെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. കേസിൽ ബംഗളൂരു സ്വദേശിനിയായ രത്ന ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേവസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരൻ്റെ സഹോദരൻ്റെ മകൻ പ്രവീൺ നൽകിയ കൊട്ടേഷനാണ് ഹണി ട്രാപ്പ് ഇടപാടെന്നാണ് വിവരം. കേസിൽ 1-ാം പ്രതിയായ പ്രവീൺ ഇപ്പോൾ ഒളിവിലാണ്. ജൂൺ 16-ന് പൂജയ്ക്കായി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെത്തിയ യുവതിയെ ദേവസ്ഥാനത്തിന് സമീപം മുറിയിൽ വെച്ച മാനേജിംഗ് ട്രസ്റ്റി ഉണ്ണി ദാമോദരന്റെ മരുമകൻ അരുൺ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. ബംഗളൂരു ബാസനവാടി പോലീസ് അരുണിനെ അറസ്റ്റ് ചെയ്തിരുന്നു. 45 ദിവസത്തിനു ശേഷമാണ് അരുണിന് ജാമ്യം ലഭിച്ചത്. എന്നാൽ ഇതൊരു ഹണി ട്രാപ്പാണെന്നാരോപിച്ച് അരുണിന്റെ കുടുംബം കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയ്ക്ക് പരാതി നൽകി. പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. അരുണിനെതിരായ പരാതി വ്യാജമാണെന്നും ഹണി ട്രാപ്പാണെന്നും പോലീസ് കണ്ടെത്തി. വ്യാജ പരാതി നൽകിയ ബംഗളൂരു സ്വദേശിനി രത്നയ്ക്ക് പിന്നിൽ ഉണ്ണി ദാമോദരന്റെ സഹോദരന്റെ മകൻ പ്രവീണാണെന്നും പോലീസ് കണ്ടെത്തി. പ്രവീണിനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രവീൺ ഇപ്പോൾ ഒളിവിലാണ്. രത്നയുടെ സഹായി മോണിക്ക, പാലക്കാട് സ്വദേശിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിപ്പുകാരനുമായ ശരത് മേനോൻ, ഇയാളുടെ സഹായി സജിത് ആലം എന്നിവരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. അരുണിന് ക്ലീൻ ചീട്ട് നൽകിയുള്ള കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചെന്ന് ഉണ്ണി ദാമോദരന്റെ മകൾ ഉണ്ണിമായ പറഞ്ഞു. ഇതിൽ അന്നത്തെ എഫ്ഐആറിൽ പറയുന്ന സെക്ഷൻസുകളെല്ലാം ഒഴിവായിരിക്കുകയാണ്. ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നോ റേപ്പ് വാസ് കണ്ടക്ടഡ്. 2-ാം പ്രതിയായ ഉണ്ണി ദാമോദരനുള്ള ക്ലീൻ ചീറ്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോടതി സൈറ്റിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഹണി ട്രാപ്പ് നടത്തുന്നതിനായി 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നും എന്നാൽ 8 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്നും രത്ന പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രവീണും പ്രതികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകളും ലഭിച്ചു. പീഡനം നടന്നുവെന്ന് യുവതി പറയുന്ന സമയം അരുണും ഉണ്ണി ദാമോദരനും ക്ഷേത്രത്തിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തി. പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമപരമായി തന്നെ മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അന്ന് ഞാൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, അതിലെ സത്യം കണ്ടുപിടിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന്. ഇന്ന് ഞാൻ പറയുന്നു, അതിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനായി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന്. ദേവസ്ഥാനത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഉണ്ണി ദാമോദരനും സഹോദരങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതാണ് വ്യാജ പരാതിക്ക് പിന്നിലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. പ്രണയബന്ധങ്ങളിൽ ചെറിയൊരു വിള്ളൽ വീണാലോ ചതിക്കപ്പെട്ടാലോ പണ്ടത്തെ പോലെ ആത്മഹത്യ ചെയ്യുന്നവരല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ. ജ്യൂസിൽ വിഷം കലർത്തി കാമുകനെ കൊലപ്പെടുത്തുന്ന യുവതികളുള്ള നാടാണിത്. കാമുകനോട് പക വീട്ടാൻ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കാനും കൊട്ടേഷൻ നൽകാനും അവർ മടിക്കില്ല.
കോഴിക്കോട് നടക്കാവിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിന്റെ അന്വേഷണം എത്തിയത് കാമുകിയിലേക്കാണ്. വയനാട് സ്വദേശി റമീസിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ പെൺസുഹൃത്തടക്കം 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് പ്രതികളുടെ മൊഴി. അതേസമയം റമീസിനെതിരെയും പരാതിയുമായി പ്രതികൾ രംഗത്തെത്തി. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നടക്കാവ് ജവഹർ നഗർ കോളനിയിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെയാണ് വയനാട് സ്വദേശി റമീസിനെ വാഹനമടക്കം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് നടത്തിയ തെരച്ചിലിൽ ഉച്ചയോടെ കക്കാടംപൊയിലിൽ നിന്ന് റമീസിനെയും തട്ടിക്കൊണ്ടുപോയവരെയും കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ ഉറങ്ങുന്നതോടുന്ന് പെട്ടെന്ന് ഒച്ച കേട്ട് തല്ലുന്ന ഒച്ച കേട്ടപ്പോൾ എണീച്ച് വന്ന് നോക്കുമ്പോൾ എന്താ സംഭവം ചില മുന്നിലെ വീട്ടിൽ കള്ളനിട്ടം കയറി വെച്ചിട്ടാണ് ഞാൻ എണീച്ച് പാഞ്ഞു വരുന്നത്. നോക്കുമ്പോൾ കണ്ടത് എന്താ വെച്ചാൽ വീട്ടിൻ്റെ മുന്നിലൊരു കാറ്. ആ കാറിനകത്ത് ഒരു ചെക്കനെ അടിച്ചു പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോകണം കാണുന്നത്. പിന്നെ ആ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചോപ്പ് ഷർട്ടിട്ട് ചെക്കൻ വന്ന് കാറെടുത്ത് ബാക്കോട്ട് പോരുമ്പോൾ അവിടെയൊക്കെ ഉരച്ചും കൊണ്ടാണ് പോയത്. ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടുന്ന് വേറൊരു കാറുണ്ടേരി, 2 വീലർ ഉണ്ടേരി എന്നൊക്കെ പറയുന്നത്. റമീസിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെട്ട 8 പേരായിരുന്നു തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. റമീസിന്റെ പെൺസുഹൃത്താണ് ഇയാളെ അവർ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്തിയത്. കുറ്റകൃത്യത്തിൽ യുവതിയുടെ പങ്ക് വ്യക്തമായതോടെ വയനാട് സ്വദേശി ഷഹാന ഷെറിന്റെ അറസ്റ്റും രേഖപ്പെടുത്തി. റമീസ് പ്രതികൾക്ക് ലക്ഷങ്ങൾ നൽകാനുണ്ടെന്നാണ് മൊഴി. നാട്ടിൽ ഐഫോൺ റമീസ് എന്നറിയപ്പെടുന്ന ഇയാൾ ദുബായിൽ നിന്ന് ഐഫോൺ ഇറക്കുമതി ചെയ്യാമെന്ന് പറഞ്ഞ് പണം തട്ടിയെന്നാണ് പ്രതികളുടെ മൊഴി. പിടിയിലായ പ്രതികളിൽ ഒരാളായ അഭിരാമിന് 45 ലക്ഷം രൂപയും അബു താഹിറിന് 19 ലക്ഷം രൂപയും നൽകാനുണ്ട്. പ്രതികളിൽ ഒരാളുടെ ബന്ധുവിന്റെ മാല റമീസ് പണയപ്പെടുത്തിയിരുന്നു. പകരം കൊടുത്തത് മുക്കുബണ്ടമായിരുന്നെന്നും പ്രതികൾ മൊഴി നൽകി. കേസിലെ മറ്റു പ്രതികൾ തട്ടിക്കൊണ്ടുപോകാൻ സഹായം നൽകിയവരാണ്. തട്ടിക്കൊണ്ടുപോകൽ, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിൽ നിന്ന് അയൽ സംസ്ഥാനങ്ങളിലെത്തി പ്രതികളെ പൊക്കുന്ന പോലീസ് സ്ക്വാഡുകളുടെ ഹീറോയിസം നമ്മളെ ഹരം കൊള്ളിക്കാറുണ്ടല്ലേ? എന്നാൽ ഇങ്ങനെ ഇതര സംസ്ഥാനങ്ങളിൽ കേരള പോലീസ് ചമഞ്ഞെത്തി തട്ടിപ്പും തട്ടിക്കൊണ്ടുപോകലും നടപ്പാക്കുന്ന സംഘങ്ങളുമുണ്ട്. തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിലെ പ്രമുഖ വ്യാപാരികളായ യൂസഫ്, ജാബിർ എന്നിവരെ കേരളത്തിലേക്ക് തട്ടിക്കൊണ്ടുവന്നത് പോലീസ് എന്ന വ്യാജേനയാണ്. വ്യാപാരികളെ തട്ടിക്കൊണ്ടുവന്ന് നെയ്യാറ്റിൻകര ഉദിയൻകുളങ്ങരയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച കേസിൽ 5 പേർ അറസ്റ്റിലായി. കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 3 പ്രധാന പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. സംഭവത്തിന് പിന്നിൽ വൻ മാഫിയുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ലഹരി സംഘത്തെ തിരഞ്ഞെത്തിയ ഡാൻസ് ഓഫ് സംഘമാണ് ഇവരുടെ മോചനത്തിന് വഴിയൊരുക്കിയത്. നെയ്യാറ്റിൻകര സ്വദേശിയായ കൊലക്കേസ് പ്രതി ഉൾപ്പെടെയുള്ളവരാണ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത്. ഓൺലൈൻ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ആളിന്റെ നിർദ്ദേശപ്രകാരം വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ജാബിറും യൂസഫും കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ കൃഷ്ണഗിരിയിൽ എത്തിയത്. പോലീസ് വേഷത്തിൽ 2 കാറുകളിൽ എത്തിയ സംഘം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവർ പ്രതികളാണെന്നും SP-യുടെ മുന്നിൽ ഹാജരാക്കണമെന്നും അറിയിച്ച് വിലങ്ങ് വെച്ച് വാഹനത്തിൽ കയറ്റി. യാത്രയിൽ ഇരുവരെയും ക്രൂരമായി മർദ്ദിച്ച് 50,000 രൂപയും വില കൂടിയ വാച്ചും കവർന്നു. തുടർന്നാണ് ഉദയൻകുളങ്ങരയിൽ എത്തിച്ച് ആളൊഴിഞ്ഞ വീട്ടിൽ പൂട്ടിയിട്ടത്. പുറത്തുനിന്ന് വാതിൽ ആണിയടിച്ചുറപ്പിച്ച വീട്ടിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് വായിൽ തുണി തിരുകിയാണ് വ്യാപാരികളെ പാർപ്പിച്ചത്. 50 ലക്ഷം രൂപയാണ് സംഘം ഇവരോട് മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്. ഇതിനിടെ ലഹരി സംഘത്തെ പിടികൂടാൻ എത്തിയ റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് തട്ടിപ്പു സംഘത്തിന്റെ നീക്കങ്ങൾ പൊളിച്ചത്. പൂട്ടിയിട്ട വീടിനുള്ളിൽ ഫാൻ കറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പരിശോധിച്ചപ്പോൾ അകത്തുനിന്ന് കരച്ചിലും കേട്ടു. ഇതോടെ വാതിൽ പൊളിച്ചു കയറി വ്യാപാരികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഉദയൻകുളങ്ങര കരിക്കിൻവിള ഗ്രേസ് ഭവനിൽ സാമുവൽ തോമസ്, നെയ്യാറ്റിൻകര സ്വദേശികളായ ബിനോയ് അഗസ്റ്റിൻ അഭിറാം, കമുകിൻകോട് സ്വദേശി വിഷ്ണു S. ഗോപൻ എന്നിവരെ അന്നുതന്നെ പോലീസ് പിടികൂടി. പ്രതികളായ ബിനോയ് അഗസ്റ്റിൻ ജിംനേഷ്യത്തിലെ ട്രെയിനറും
അഭിറാം മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനുമാണ്. സംഘത്തിന് കൃഷ്ണഗിരിയിൽ സഹായം നൽകിയ സുരേഷിനെ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെയാണ് അറസ്റ്റ് ചെയ്തത്. വ്യാപാരികളെ തമിഴ്നാട് പോലീസ് കൃഷ്ണഗിരിയിലേക്ക് തിരിച്ചുകൊണ്ടുപോയി. കൊലക്കേസ് പ്രതി ഉൾപ്പെടെ 3 പ്രധാന പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ടെന്ന് പാറശാല പോലീസ് അറിയിച്ചു. സംഘം മുൻപും പലരെയും സമാനമായ രീതിയിൽ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി പണം തട്ടിയിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. തട്ടിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച കാർ, കേരള പോലീസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ്, നക്ഷത്ര ചിഹ്നം പതിച്ച യൂണിഫോം, വ്യാജ നമ്പർ പ്ലേറ്റ്, തോക്ക്, തിരകൾ, വിലങ്ങ്, മൊബൈൽ ഫോൺ തുടങ്ങിയവയും പോലീസ് കണ്ടെടുത്തിരുന്നു. പിടിയിലായ പ്രതികൾ റിമാൻഡിലാണ്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളുടെ ചുരുളഴിക്കണം. ഇരകളെ ഒന്നൊന്നായി കണ്ടെത്തണം. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം അതിനായി സജ്ജരായി കഴിഞ്ഞു. ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച 6 പരാതികളിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുന്നത്. ആരോപണം ഉന്നയിച്ചവരുടെയും ഗർഭചിത്രം സംബന്ധിച്ച സംഭാഷണത്തിൽ ഉൾപ്പെട്ട യുവതിയുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച 6 പരാതികളിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല. നേരത്തെ ഡിവൈഎസ്പി ബിനുകുമാറിനാണ് അന്വേഷണ ചുമതല നൽകിയിരുന്നത്. വിശദമായ അന്വേഷണത്തിനാണ് പുതിയ സംഘത്തെ നിയമിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചു. ഇൻസ്പെക്ടർമാരായ സാഗർ, സജൻ, സൈബർ ഓപ്പറേഷൻ ഇൻസ്പെക്ടർ ഷിനോജ് എന്നിവരും സംഘത്തിലുണ്ട്. അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരാതി ഉന്നയിച്ച യുവതികളുടെ മൊഴിയെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. രാഹുലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻഡ് ജോർജ്, ട്രാൻസ്വുമൺ അവന്തിക എന്നിവരുടെ മൊഴിയാകും ആദ്യം രേഖപ്പെടുത്തുക. അവന്തികയിൽ നിന്ന് രേഖാമൂലം പരാതി ലഭ്യമാക്കാനും ശ്രമമുണ്ടാകും. ഗർഭചിത്രം സംബന്ധിച്ച സംഭാഷണത്തിൽ ഉൾപ്പെട്ട യുവതിയുടെ മൊഴിയും എടുക്കും. ഇവർക്ക് പരാതി നൽകാൻ താൽപ്പര്യമുണ്ടോ എന്നതുൾപ്പെടെ ചോദിച്ചറിയും. സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികതയും പരിശോധിക്കും. വിശദമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ രാഹുലിനെ ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ബാലാവകാശ കമ്മീഷനിലും വനിതാ കമ്മീഷനിലും രാഹുലിനെതിരെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിനൊപ്പം പഴയ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസും പോലീസ് പൊടിതട്ടിയെടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ തിരിച്ചറിയൽ രേഖാ കേസിൽ അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കി. അടൂരിൽ രാഹുലുമായി ബന്ധപ്പെട്ടവരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തൽ നടപടികളിലേക്ക് കടക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. അതിനിടെയാണ് അപ്രതീക്ഷിത പരിശോധന. തിരുവനന്തപുരത്ത് നിന്നെത്തിയ ക്രൈംബ്രാഞ്ച് സംഘവും അടൂർ പോലീസും ചേർന്നാണ് 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ പരിശോധന നടത്തിയത്. വിവാദമായ ഭാരവാഹി തെരഞ്ഞെടുപ്പിന് മുൻപ് മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രവർത്തകരുടെ വീടുകളിലായിരുന്നു പരിശോധന. രജിസ്റ്ററും ഫയലുകളും പരിശോധിക്കുന്നതിനൊപ്പം പ്രവർത്തകരുടെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തു. കേസിലെ മുഖ്യപ്രതി ഫെനി നയനാന്റെ വീട്ടിലും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി. ക്രമക്കേട് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിലേക്കും പരിശോധന വ്യാപിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നീക്കം. കേസിൽ ശനിയാഴ്ച ഹാജരാകാൻ രാഹുലിന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിരുന്നു. പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരും ഉൾപ്പെട്ടിരുന്നു. ഇതോടെയാണ് രാഹുലിനെ വീണ്ടും വിളിപ്പിക്കുന്നത്.
മൂന്നാം പ്രതി അഭിനന്ദ് വിക്രമിന്റെ ഫോണിലെ ശബ്ദരേഖയിലാണ് രാഹുലിന്റെ പേര് പരാമർശിക്കുന്നത്. കേസിൽ നിലവിൽ 7 പ്രതികളാണുള്ളത്. പോലീസിന്റെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി ബന്ധമുണ്ടെങ്കിലും അവർ വ്യാജരേഖയുണ്ടാക്കിയതായി അറിയില്ലെന്നും അത്തരത്തിൽ വോട്ടുകൾ ലഭിച്ചിട്ടില്ലെന്നുമായിരുന്നു രാഹുലിന്റെ മൊഴി. ന്യൂസ് 18 പത്തനംതിട്ട. പൊതുവെ മലയാളികൾ കൂട്ടുകൂടി മദ്യപിക്കുന്നവരാണ്. കള്ള് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ കൂട്ടയടിയും ഉണ്ടാകും. എന്നാൽ സുഹൃത്തുക്കൾ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോഴുണ്ടാകുന്ന തർക്കങ്ങൾ പലപ്പോഴും അക്രമത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്നുണ്ട്. ഇടുക്കി കരിമണ്ണൂരിൽ യുവാവിനെ സുഹൃത്ത് വെട്ടിക്കൊന്നതും മദ്യലഹരിയിലാണ്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് കരിമണ്ണൂർ കിളിയറ സ്വദേശി വിൻസെന്റ് മാത്യു വെട്ടേറ്റ് മരിച്ചത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് എൽദോസിന് നേരെയും ആക്രമണ നീക്കമുണ്ടായെങ്കിലും അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ പ്രതി കരിമണ്ണൂർ സ്വദേശി ബിനു ചന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 8ഓടെയാണ് കരിമണ്ണൂരിൽ കൊലപാതകം നടന്നത്. കൊല്ലപ്പെട്ട വിൻസെന്റിന്റെ സുഹൃത്തും ഓട്ടോ ഡ്രൈവറുമായ എൽദോസ് ജോർജും സുഹൃത്തുക്കളും കമ്പിപ്പാലൻ ഷാപ്പിനടുത്തുള്ള കെട്ടിടത്തിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഈ സമയം സ്ഥലത്തെത്തിയ ബിനു ചന്ദ്രൻ ബിയർ കുപ്പി കൊണ്ട് എൽദോസ് ജോർജിനെ അടിച്ചു വീഴ്ത്തി. തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാനാണ് പിന്നീട് വിൻസെന്റിനെ വിളിച്ചുകൊണ്ടുവന്നത്. ഇതിനിടെ ഉണ്ടായ തർക്കത്തിനിടെ വാക്കത്തി ഉപയോഗിച്ച് ബിനു വിൻസെന്റിനെ ആക്രമിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന എൽദോസിനെയും ബിനു വെട്ടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെട്ടു. രക്തം വാർന്നു കിടന്ന വിൻസെന്റിനെ എൽദോസും സുഹൃത്തുക്കളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തലയിലേക്കുള്ള പ്രധാന ഞരമ്പ് മുറിഞ്ഞതിനെ തുടർന്നുണ്ടായ അമിത രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഇതിനു മുൻപും പ്രതി ബിനുവും എൽദോസും തമ്മിൽ പലപ്പോഴും കയ്യാങ്കളി ഉണ്ടായിട്ടുണ്ട്. എൽദോസ് മുൻപ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കൊലപാതകത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. 2 മക്കളും കുടുംബസമേതം വിദേശത്ത്. സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക ചുറ്റുപാട്. കണ്ണൂർ കല്ലാളത്തെ പ്രേമരാജനും ഭാര്യ ശ്രീലേഖയും നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം പ്രിയപ്പെട്ടവരായിരുന്നു. പിന്നെ എന്തായിരിക്കും ആ വൃദ്ധ ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഭാര്യയെ കൊന്ന ശേഷം പ്രേമരാജൻ ജീവനൊടുക്കിയതിൽ ഇപ്പോഴും പല ദുരൂഹതയുമുണ്ട്. ബഹ്റിനിലായിരുന്ന ഇളയ മകൻ ഷിബിൻ നാട്ടിലെത്തുന്നതിന് തൊട്ട് മുൻപുണ്ടായ കൂട്ടമരണം നാട്ടുകാരിലും നടുക്കമുണ്ടാക്കിയിരിക്കുന്നു. ഭാര്യയെ കൊന്ന ശേഷം പ്രേമരാജൻ ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഏവരോടും സൗമ്യമായി പെരുമാറിയിരുന്ന പ്രേമരാജൻ ശ്രീലേഖ ദമ്പതികളുടെ മരണത്തിന്റെ നടുക്കത്തിലാണ് അലവിൽ ഗ്രാമം. ബഹ്റിനിലായിരുന്ന മകൻ ഷിബിനെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കാറെടുക്കാനായി സമീപവാസിയായ സരോഷ് വൈകിട്ട് 5 മണിയോടെ പ്രേമരാജന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. പലതവണ വിളിച്ചിട്ടും വാതിൽ തുറക്കുകയോ ഫോൺ എടുക്കുകയോ ചെയ്യാതിരുന്നതോടെ ഇയാൾ സമീപവാസികളെ കൂട്ടി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം വാതിൽ ചവിട്ടി തുറന്നപ്പോൾ വീടിനുള്ളിൽ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇരുനില വീട്ടിലെ താഴത്തെ കിടപ്പുമുറിയിൽ കട്ടിലിന് താഴെ തറയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പൊള്ളലേറ്റ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ശ്രീലേഖയുടെ തല തകർന്ന് രക്തം വാർന്നൊഴുകിയ നിലയിലായിരുന്നു. കിടക്കയിൽ നിന്നും ചുറ്റികയും കണ്ടെടുത്തു. മുറിയിൽ മണ്ണെണ്ണ ഗന്ധമുണ്ടായിരുന്നു. സമീപത്ത് ഗ്യാസ് സിലിണ്ടറും കണ്ടെത്തി. ഭാര്യയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഇരുവരുടെയും മൂത്ത മകൻ പ്രഭിത് പ്രേമരാജ് അടുത്തിടെയാണ് നാട്ടിൽ വന്ന് തിരിച്ചുപോയത്. സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഇരുവരുടെയും ദുരൂഹത നിറഞ്ഞ മരണം
ബന്ധുക്കൾക്കും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. മകനെയും കുടുംബത്തെയും വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ 2 ദിവസം മുൻപാണ് ഇവർ സരോഷിനെ പറഞ്ഞേൽപ്പിച്ചത്. മന്ത്രി AK ശശീന്ദ്രന്റെ സഹോദരിയുടെ മകളാണ് ശ്രീലേഖ. കണ്ണൂർ ഹോട്ടൽ സവോയിലെ മുൻ മാനേജറായിരുന്നു പ്രേമരാജൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം സംബന്ധിച്ച അന്തിമ തീരുമാനത്തിൽ എത്താനാകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ. യുവതികളെയും വീട്ടമ്മമാരെയും പ്രണയക്കെണിയിൽ വീഴ്ത്തുന്ന ചില ബിരുദന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഭർത്താവിൻ്റെയും മക്കളുടെയും സ്നേഹം നഷ്ടപ്പെട്ട സ്ത്രീകളാണ് പലപ്പോഴും ഇത്തരം കെണിയിൽ വീഴുന്നത്. എന്നാൽ ഇതുപോലുള്ള സൗഹൃദങ്ങൾക്ക് പിന്നിലെ ചതികളെക്കുറിച്ച് ആരും ചിന്തിക്കാറേയില്ല. കോതമംഗലം ഊന്നുകലിൽ വീട്ടമ്മയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പുറത്തുവരുന്നത് ഒരു സൗഹൃദ കെണിയുടെ കഥകളാണ്. വേങ്ങൂർ സ്വദേശിനി ശാന്തയുമായി പ്രതി രാജേഷ് അടുപ്പത്തിലായതും പിന്നീട് കൊലപ്പെടുത്തിയതും അവരുടെ സ്വർണത്തിന് വേണ്ടിയെന്ന വിവരം. താൻ തനിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും കൃത്യം നടത്തിയതിൽ മറ്റാർക്കും പങ്കില്ലെന്നും പ്രതി മൊഴി നൽകി. ഈ മാസം 18 രാത്രിയിലാണ് ഊന്നുകല്ലിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ വെച്ച് ശാന്തയെ കൊലപ്പെടുത്തിയത്. പകൽ കാറിൽ ഇവിടെ എത്തിയ പ്രതി ശാന്തയുടെ വീടിന് സമീപം ആളുകളെ കണ്ടതോടെ മടങ്ങിപ്പോയ ശേഷം രാത്രിയോടെ തിരിച്ചെത്തുകയായിരുന്നു. ശാന്തയെ കൊലപ്പെടുത്തിയ മൃതദേഹം മാലിന്യ സംഭരണിയിലേക്ക് തള്ളിയിട്ട ശേഷം കാറിൽ തന്നെ തിരികെ മടങ്ങി. അതിനിടെ അവരുടെ വസ്ത്രങ്ങൾ സമീപത്തെ തോട്ടിൽ ഒഴുക്കിക്കളഞ്ഞു. ശാന്തയുടെ മൊബൈൽ ഫോണും ബാഗും കോതമംഗലം കരൂർ തോട്ടിലും എറിഞ്ഞു കളഞ്ഞു. കാർ കോതമംഗലത്തെ കടയിൽ സീറ്റ് കവർ മാറ്റാൻ ഏൽപ്പിച്ച ശേഷം എറണാകുളം പള്ളുരുത്തിയിലെ ബന്ധുവീട്ടിലേക്കാണ് പ്രതി പോയത്. അവിടെ നിന്ന് ഗുരുവായൂർ, ഉടുപ്പി, ബംഗളൂരു എന്നിവിടങ്ങളിൽ പോയി ബുധനാഴ്ച വൈകിട്ട് എറണാകുളത്ത് തിരിച്ചെത്തിയപ്പോഴാണ് കറുപ്പംപടി പോലീസിന്റെ വലയിലായത്. കോതമംഗലത്തെ ഹോട്ടൽ തൊഴിലാളിയായ രാജേഷ് 3-4 മാസം മുൻപാണ് വേങ്ങൂർ സ്വദേശിനി ശാന്തയെ പരിചയപ്പെട്ടത്. ഇരുവരും തമ്മിലുള്ള അടുപ്പം പിന്നീട് വഴിവിട്ട ബന്ധമായി വളർന്നു. ശാന്തയുടെ സ്വർണ്ണാഭരണം കൈക്കലാക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. ശാന്തയെ തെറ്റിദ്ധരിപ്പിച്ചാണ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നതെന്നും പ്രതി മൊഴി നൽകി. ശാന്തയെ താൻ തനിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും കൃത്യം നടത്തിയതിൽ മറ്റാർക്കും പങ്കില്ലെന്നുമാണ് കുറ്റസമ്മത മൊഴി. രാജേഷിന്റെ മൊഴി പോലീസ് തള്ളിക്കളഞ്ഞിട്ടില്ലെങ്കിലും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങളും CCTV ദൃശ്യങ്ങളുമാണ് അന്വേഷണത്തിൽ നിർണായകമായത്. ശാന്തയെ രാജേഷ് കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾക്കൊപ്പം ഇരുവരും തമ്മിലുള്ള ഏറെക്കാലത്തെ ഫോൺ സംഭാഷണങ്ങളും പ്രതിയിലേക്കുള്ള സൂചന നൽകിയിരുന്നു. പ്രാഥമിക തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ന്യൂസ് 18 കൊച്ചി. തൃശൂർ നഗരത്തിൽ ആംബുലൻസിന് വഴിയൊരുക്കാൻ മുന്നിലൂടെ ഓടിയ പോലീസുകാരി സമൂഹ മാധ്യമങ്ങളിൽ വലിയ താരമായതാണ്. ASI അപർണ ലവകുമാറിൻ്റെ ആ ദൃശ്യങ്ങൾ കേരള പോലീസിൻ്റെ മാനുഷിക മുഖമാണ് തുറന്നുകാട്ടിയത്. എന്നാൽ ആ ദൃശ്യങ്ങളുടെ ഉറവിടം തേടിപ്പോയ മോട്ടോർ വാഹന വകുപ്പിൻ്റെ അന്വേഷണം കേസിൽ വലിയ ട്വിസ്റ്റുണ്ടാക്കിയിരിക്കുന്നു. പോലീസുകാരി വഴിയൊരുക്കിയത് രോഗിയില്ലാത്ത ആംബുലൻസ് എന്നാണ് കണ്ടെത്തൽ. ഇതോടെ ഡ്രൈവറും പുലിവാലി പിടിച്ചിരിക്കുകയാണ്. ഓടുന്ന വാഹനത്തിലിരുന്ന് ദൃശ്യം പകർത്തിയതിന് ഡ്രൈവറെയും ആംബുലൻസും NVD കസ്റ്റഡിയിലെടുത്തു. തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ ASI അപർണ ലവകുമാറാണ് ഗതാഗതക്കുരുക്കിനിടെ ആംബുലൻസിന് മുന്നിൽ ഓടി വഴിയൊരുക്കിയത്.
രോഗി അത്യാസന്ന നിലയിലാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപെടലെന്നായിരുന്നു റിപ്പോർട്ടുകൾ. കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലടക്കം ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ആംബുലൻസിന് പിന്നിൽ നിന്ന് ഓടിവന്ന് മുന്നിലുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാരോട് വാഹനമൊതുക്കാൻ അപർണ ആവശ്യപ്പെടുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഏറെ ദൂരം ഓടി മറ്റു വാഹനങ്ങളെ റോഡിന്റെ വശങ്ങളിലേക്ക് ഒതുക്കുകയും ആംബുലൻസിന് സുഗമമായി പോകാൻ വഴിയൊരുക്കുകയും ചെയ്ത ശേഷമാണ് അവർ പിന്മാറിയത്. ദൃശ്യങ്ങളിൽ നിന്നും വലതുവശത്തു നിന്നാണ് വീഡിയോ പകർത്തിയതെന്ന് മനസ്സിലായി. വലതുവശത്തു നിന്നും ദൃശ്യങ്ങൾ പകർത്തണമെങ്കിൽ അത് ഡ്രൈവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന അനുമാനത്തിലാണ് ഡ്രൈവർ വീഡിയോ ചിത്രീകരിച്ചത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആംബുലൻസിൽ രോഗിയില്ലെന്നുള്ള വിവരം ലഭിച്ചത്. വാഹനം ഓടിക്കുന്നതിനിടയിൽ മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ ചിത്രീകരിച്ചതിനാലാണ് ആംബുലൻസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സൈറൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലെന്നും രോഗിയില്ലെന്ന് പറയാൻ സാവകാശം ലഭിച്ചില്ലെന്നും ആംബുലൻസ് ഡ്രൈവർ ഫൈസൽ പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുകയായിരുന്നുവെന്നാണ് ഡ്രൈവറുടെ വാദം. ന്യൂസ് 18 തൃശൂർ. കൊല്ലും കൊലയും തുടങ്ങി ലഹരിക്കടത്തും സൈബർ കുറ്റകൃത്യങ്ങളും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമവും വരെ കാസർഗോഡ് ജില്ലയിൽ കുറ്റകൃത്യങ്ങൾ പെരുകുകയാണ്. ജനങ്ങൾക്ക് സ്വൈര്യമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ. എന്തുകൊണ്ടാണ് കാസർഗോഡ് ജില്ല കുറ്റകൃത്യങ്ങളുടെ ഹബ്ബായി മാറുന്നത്? അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം ക്രമസമാധാന പാലനത്തിന് ആവശ്യത്തിന് പോലീസുകാർ ഇല്ലാത്തതെന്നാണ് പരാതി. നിലവിൽ 933 പേരുടെ സംരക്ഷണത്തിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതാണ് ശരാശരി കണക്ക്. കാസർഗോഡ് ജില്ലയിലെ ജനസംഖ്യ 14 ലക്ഷത്തിലേറെ. ഇവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാകട്ടെ 1500 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം. ശരാശരി 933 പേർക്ക് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലാണ് ഇപ്പോഴത്തെ കണക്ക്. പൗരൻ പോലീസ് അനുപാതം 500 പേർക്ക് ഒരു പോലീസ് എന്നതാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ നിർദ്ദേശം. നിലവിലെ കണക്കിൽ ഇത് ഇരട്ടിയാണ്. ജില്ലയിൽ കുറഞ്ഞത് 2800 പോലീസ് ഓഫീസർമാരുടെ സേവനം വേണമെന്നതാണ് നിർദ്ദേശം. 70 സബ് ഇൻസ്പെക്ടർമാർ വേണ്ടെടുത്ത് 50 പേരാണ് ഇപ്പോഴുള്ളത്. അനുവദനീയമായ വനിതാ പോലീസ് ഇൻസ്പെക്ടർമാരുടെയും 35 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. 111 വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ തസ്തിക അനുവദിച്ചെങ്കിലും ഇതിൽ 76 പേരെയാണ് നിയമിച്ചിട്ടുള്ളത്. 2 വനിതാ ഇൻസ്പെക്ടർമാരുടെയും 5 വനിതാ സബ് ഇൻസ്പെക്ടർമാരുടെയും കസേരകളും ഒഴിഞ്ഞു തന്നെ. വനിതാ പോലീസ് സ്റ്റേഷനിലും വനിതാ സെല്ലിലും ഇൻസ്പെക്ടർ ഇല്ലാതായിട്ട് 1 വർഷം പിന്നിട്ടു. 1991 ബാച്ച് വിരമിച്ച ശേഷം സംസ്ഥാനത്താകെ വനിതാ ഇൻസ്പെക്ടർ ഇല്ലെന്നതാണ് നിലവിലെ അവസ്ഥ. കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർക്കാണ് ഇൻസ്പെക്ടറുടെ ചുമതല. മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ കടലോരമുള്ള ജില്ലയിൽ ബോട്ട് റാങ്ക് ഡ്രൈവറായി സ്ഥിരം നിയമനവുമില്ല. താൽക്കാലിക നിയമനമാണ് പതിവ്. ലഹരി ഉപയോഗം, ലഹരി കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കെതിരായുള്ള അക്രമം, കവർച്ച, അസ്വാഭാവിക മരണം, ഗാർഹിക പീഡനം തുടങ്ങി ഒട്ടേറെ കേസുകളാണ് ദിവസവും ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മാർച്ച് വരെ മാത്രം ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ എഫ്ഐആർ ഇട്ട കേസുകളുടെ എണ്ണം 79,889 നിരവധി പരാതികളാണ് ഒത്തുതീർപ്പാക്കാറുള്ളത്. വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ തടയാനും ക്രമസമാധാന പാലനത്തിനും കാസർഗോഡ് ജില്ലയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ തസ്തിക സൃഷ്ടിക്കേണ്ടത് അനിവാര്യമാണെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കുടുംബത്തിന് നീതി കിട്ടും വരെയും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. എന്നാൽ ആ സർക്കാർ ഉദ്യോഗസ്ഥനെ അവർ കൈക്കൂലിക്കാരനും കുറ്റവാളിയുമാക്കി. മരിച്ചിട്ടും വീണ്ടും കൊല്ലാക്കല് കൊല്ലുന്നു.
കുടുംബം നടത്തുന്ന നിയമ പോരാട്ടങ്ങളിലും നീതി ലഭിക്കാത്ത അവസ്ഥ. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. കേസ് വിചാരണയ്ക്കായി തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ കേസിൽ വിചാരണ നടപടികൾ തലശ്ശേരി സെഷൻസ് കോടതിയിലാകും നടക്കുക. നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയും നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതുകളുള്ള കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചതെന്നും കുറ്റം തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ മറച്ചുവെച്ചുവെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. കുറ്റപത്രത്തിലെ 13 പിഴവുകളും കുടുംബം ചൂണ്ടിക്കാട്ടിയതാണ്. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഇതിനകം തന്നെ പരിശോധിച്ചതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ നടപടി. നവീൻ ബാബുവിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പ്രശാന്തനിൽ നിന്ന് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പ്രചരിപ്പിച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഇക്കാര്യം തെറ്റെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണത്തിലും വ്യക്തമായി. എന്നാൽ ഇക്കാര്യത്തെപ്പറ്റി SIT പ്രത്യേക അന്വേഷണം നടത്തിയില്ലെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നവീൻ ബാബുവിന് യാത്രയപ്പ് നൽകുന്ന പരിപാടിയിലേക്ക് അപ്രതീക്ഷിതമായി PP ദിവ്യ എത്തുകയും കളക്ടർ അരുൺ K. വിജയന്റെ സാന്നിധ്യത്തിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ADMന്റെ യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെ എത്തി ദിവ്യ നടത്തിയ അധിക്ഷേപ പ്രസംഗമാണ് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ്. കേസിൽ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസിൽ അറസ്റ്റിലായ ദിവ്യയ്ക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു. ദിവ്യയെ പ്രതി ചേർത്തുള്ള കുറ്റപത്രം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സംഭവം നടന്ന 166 ദിവസത്തിന് ശേഷമായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയും നേരത്തെ സുപ്രീം കോടതി തള്ളിയിരുന്നു. CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. ന്യൂസ് 18 കണ്ണൂർ. ഡോക്ടർമാരുടെ ഭാഗത്ത് ചികിത്സാ പിഴവും വീഴ്ചയും ഉണ്ടായാൽ അവരെ സംരക്ഷിക്കുന്നതാണ് പൊതുവെ ആരോഗ്യവകുപ്പിൻ്റെ രീതി. ഇവിടെ സാധാരണക്കാരനെ സംബന്ധിച്ച ആകെയുള്ള പ്രതീക്ഷ നാട്ടിലെ നിയമ സംവിധാനങ്ങളാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ കുറ്റക്കാരെ ആരോഗ്യവകുപ്പ് സംരക്ഷിക്കുമ്പോഴും ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ശസ്ത്രക്രിയയെ തുടർന്ന് യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ രാജീവ് കുമാർ മാത്രമാണ് കേസിലെ പ്രതി. ഡോക്ടർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് യുവതി നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസിന്റെ നടപടി. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിനിടയിൽ നെഞ്ചിനുള്ളിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിലാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കേസെടുത്തത്. രാജീവ് കുമാർ മാത്രമാണ് കേസിലെ പ്രതി. ചികിത്സാ പിഴവിന് ഇരയായ സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നാലെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും കുടുംബം പരാതി നൽകി. വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് 4 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. കൃത്യമായി മൊഴി കൊടുത്തു കഴിഞ്ഞു. അതായത് ഡോക്ടർ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഇത്രയും സമയമായി പോലീസോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പോ കൃത്യമായ നടപടി എടുക്കേണ്ടതുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇത് തെറ്റാണ് എന്നത് ഈ ചെയ്ത ഡോക്ടർ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ പറഞ്ഞ രീതിയിൽ മെഡിക്കൽ കോളേജിലും ശ്രീചിത്രയിലടക്കമുള്ള സ്ഥലത്ത് ബോർഡ് മീറ്റിംഗ് കൂടെ ഈ ഡോക്ടറെ വെച്ച്, അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെ വെച്ച് തന്നെയാണ് ഇവർ ബോർഡ് മീറ്റിംഗ് വരെ കൂടുന്നത് എന്നത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയ ഗൗരവമായ തെറ്റാണ്. നേരത്തെ സ്വമേധയാ അന്വേഷണം നടത്തിയതായും പൂർണ്ണമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുമായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിശദീകരണം. പരാതി നൽകിയ സാഹചര്യത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വീഴ്ച സംഭവിച്ചതായി സമ്മതിക്കുന്ന ഡോക്ടറുടെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ശസ്ത്രക്രിയയിൽ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് പരാതിക്കാരിയുടെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം.
ശരീരവേദനയെ തുടർന്നാണ് കോഴിക്കോട് മരുതോങ്കര സ്വദേശിനി ഹാജറ കുറ്റ്യാടിയിലെ അക്യൂപഞ്ചർ സ്ഥാപനത്തിലെത്തിയത്. എന്നാൽ സ്ഥാനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും സ്ഥാപനം എല്ലാം മറച്ചുവെച്ചു. രോഗം മൂർച്ഛിച്ചപ്പോഴും വെള്ളവും അത്തിപ്പഴവുമായിരുന്നു ഭക്ഷണം. ഒടുവിൽ യുവതിയുടെ മരണം സംഭവിച്ചപ്പോഴാണ് അക്യൂപഞ്ചർ സ്ഥാപനത്തിൻ്റെ തട്ടിപ്പ് പുറത്തു വന്നത്. സംഭവത്തിൽ പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം തുടങ്ങി. ഹാജറയ്ക്ക് സ്ഥാനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അക്യൂപഞ്ചർ ചികിത്സ തുടർന്നതാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സ്ഥാനാർബുദം ബാധിച്ച ഹാജറ ഞായറാഴ്ചയാണ് മരിച്ചത്. ശരീരവേദനയെ തുടർന്നാണ് യുവതി കുറ്റ്യാടിയിലെ അക്യൂപഞ്ചർ സ്ഥാപനത്തിൽ ചികിത്സ തേടിയത്. ഹാജറയ്ക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടും സ്ഥാപനം അത് മറച്ചുവെച്ചതായാണ് പരാതി. സ്ഥാനാർബുദം മൂർച്ഛിച്ചപ്പോഴും എന്താണ് അസുഖമെന്ന് പറയാതെ തെറ്റിദ്ധരിപ്പിക്കുകയും ചികിത്സ തുടരുകയും ചെയ്തെന്ന് കുടുംബം ആരോപിക്കുന്നു. അസുഖം പൂർണ്ണമായി ഭേദമാകുമെന്നും എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് രോഗം ഭേദമാകുന്ന ലക്ഷണമാണെന്നും ഹാജരയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. അക്യൂപഞ്ചർ ചികിത്സക ഹാജരയോട് സംസാരിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നിരുന്നു. അത് വലിയൊരു ടോക്സിൻ തന്നെയാണ് ആ ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള. എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതിപ്പോൾ അവരുടെ അടുത്ത് എത്തിക്കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അത് കീറി മുറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അത് പനിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് പുറത്തേക്ക് കളയും. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹാജിര അത്യാസന്ന നിലയിലെത്തിയതോടെ മറ്റാശുപത്രിയിൽ എത്തിച്ചെങ്കിലും രോഗം 4ാം ഘട്ടം പിന്നിട്ടിരുന്നു. ഹാജിറയെ ചികിത്സിച്ച സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ ഇല്ലെന്നും ചികിത്സാരേഖകൾ കൈമാറിയില്ലെന്നും പുതിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. രോഗി മരിക്കുന്നതിന് മുമ്പ് തന്നെ വിഷയത്തിൽ കുറ്റ്യാടി സിഐക്ക് പരാതി നൽകിയിരുന്നു. പോലീസ് ചികിത്സ നടത്തുന്നവരെ വിളിച്ച് ചോദ്യം ചെയ്തിരുന്നെങ്കിലും വിട്ടയച്ചിരുന്നു. ആരോപണ വിധേയായ കുറ്റ്യാടിയിലെ അക്യൂപഞ്ചറിസ്റ്റ് ഫെമിന ഇപ്പോൾ വിദേശത്താണ്. വിഷയത്തിൽ ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ഓണം പൊടിപൊടിക്കാൻ ലഹരി സംഘങ്ങൾ സംസ്ഥാനത്തേക്ക് കഞ്ചാവും MDMAയും വ്യാപകമായി എത്തിക്കുന്നുണ്ട്. ഇതോടെ പോലീസും എക്സൈസും നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘവും പരിശോധനയുമായി സജീവമാണ്. ഇടുക്കി അടിമാലിയിൽ നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം നടത്തിയ പരിശോധനയിൽ 3 പേർ കഞ്ചാവുമായി പിടിയിലായി. മാവടി സ്വദേശിയുടെ പക്കൽ നിന്ന് 1 കിലോ കഞ്ചാവും മറ്റൊരു സംഘത്തിൽ നിന്ന് 10 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഇൻസ്പെക്ടർ രാഹുൽ ശശിയും സംഘവും ചേർന്ന് പാറത്തോട് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് 2 സംഭവങ്ങളിലായി കഞ്ചാവ് കൈവശം വെച്ച 3 പേരെ കസ്റ്റഡിയിലെടുത്തത്. 1 കിലോ 110 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച സംഭവത്തിലാണ് മാവടി സ്വദേശി ജോസഫിനെ നാർക്കോട്ടിക് സംഘം പിടികൂടിയത്. മുൻപും കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ഇയാളെ ദിവസങ്ങളായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി പാറത്തോട് മാവടി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതാണ് പ്രതിയുടെ രീതിയെന്നാണ് നാർക്കോട്ടിക് സംഘം ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പത്ത് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിനാണ് പാറത്തോട് സ്വദേശികളായ ജെയ്സൺ, ടോമി എന്നിവർ പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് NK, സെബാസ്റ്റ്യൻ PA, ബിജു മാത്യു എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. പിടിയിലായ ജോസഫിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. താനൂർ സ്വദേശി അൻസാർ മലപ്പുറത്തെ പ്രധാന ലഹരി ഇടപാടുകാരനാണ്. ഓണത്തോടനുബന്ധിച്ച് ഇയാളുടെ നേതൃത്വത്തിലാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലേക്ക് MDMAയും മറ്റ് ലഹരി വസ്തുക്കളും എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം വഴിക്കടവ് ചെക്ക് പോസ്റ്റ് വഴി കടത്തിക്കൊണ്ടുവന്ന MDMAയുമായി അൻസാർ പിടിയിലായി. പോലീസും ഡാൻസാഫും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ഓണാഘോഷം ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലയിലേക്ക് ലഹരിമരുന്ന് ഒഴുകാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ പോലീസ് പ്രത്യേക പരിശോധന ആരംഭിച്ചിരുന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച്
ആനമറിയിൽ പോലീസ് ആരംഭിച്ച പ്രത്യേക ചെക്ക് പോസ്റ്റിലായിരുന്നു പരിശോധന. 400 മില്ലിഗ്രാം MDMA-യുമായി താനൂർ ചാപ്പപ്പടി സ്വദേശി അൻസാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വഴിക്കടവ് പോലീസും ഡാൻസ് ഓഫ് ടീമും ഡോസ്കോഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. നാടുകാണിച്ചിലും വഴി ജില്ലയിലേക്ക് ലഹരി വസ്തുക്കൾ കടത്താൻ സാധ്യതയുള്ളതിനാലാണ് പ്രത്യേക ചെക്ക് പോസ്റ്റ് ആരംഭിച്ച് പരിശോധന നടത്തുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ASI അബ്ദുൾ ബഷീർ, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, ആഷിഫ് അലി, ജിയോ ജേക്കബ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരൂർ. നമ്മുടെ നാട്ടിൽ വൃദ്ധ മാതാപിതാക്കൾ തനിച്ച് താമസിക്കുന്ന പല വീടുകളുമുണ്ട്. വാർദ്ധക്യകാലത്ത് മക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ ഒറ്റപ്പെടലും ദുരിതവും അനുഭവിക്കുന്നവരെ കാണാം. ഒന്നും മിണ്ടാനും പറയാനും ആളില്ലാതെ വരുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റപ്പെടലുകൾ ഒരു വല്ലാത്ത ശൂന്യതയാണ്. അങ്ങനെയുള്ളവരിൽ വിഷാദരോഗവും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകും. ആരുമില്ലെന്ന തോന്നൽ നമ്മളെ ആത്മഹത്യയിലേക്ക് പോലും നയിക്കാം. വയനാട് മാനന്തവാടിയിലെ വയോധികയുടെ മരണം ആത്മഹത്യ എന്നാണ് വിവരം. പയ്യമ്പള്ളി സ്വദേശിനി മേരി കാലും കൈയും സ്വയം വെട്ടിമുറിച്ചും മരിച്ചെന്നാണ് കണ്ടെത്തൽ. മേരിക്ക് ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നതായി കുടുംബം പറയുന്നു. ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഉണ്ടെന്ന തോന്നലാണ് നമ്മളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാർ നൽകിയ കരുതലും സ്നേഹവും അവർ പ്രായമാകുമ്പോൾ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കൾക്കെന്നും ഒരു സമ്മാനമാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.